നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 6 കിലോ കഞ്ചാവുമായി യുവാവിനെ വലപ്പാട് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കാളമുറി സ്വദേശി പ്രിൻസ് രേഷാണ് പിടിയിലായത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ 5-അംഗ സംഘത്തെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF സംഘടിപ്പിച്ച വാഹന പ്രചാരണ ജാഥയ്ക്ക് കയ്പമംഗലം കാളമുറിയിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. 6 കിലോ കഞ്ചാവുമായി യുവാവിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം കാളമുറി സ്വദേശി കുമാരൻ എന്ന് വിളിക്കുന്ന ചിറയിൽ വീട്ടിൽ പ്രിൻസ് രേഷാണ് പിടിയിലായത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് പാലപ്പെട്ടി ക്ഷേത്രത്തിനടുത്ത് വെച്ച് ഇരിഞ്ഞാലക്കുട DYSP PA വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. ഒറീസയിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവ് കഴിമ്പ്രം സ്വദേശിയായ രാഗിലിന് കൊടുക്കുവാൻ കൊണ്ടുവന്നതാണെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞു. പാലപ്പെട്ടി ക്ഷേത്രത്തിനടുത്ത് രാഗിലിനെ കാത്തു നിൽക്കുമ്പോഴാണ് ഇയാൾ പോലീസ് പിടിയിലായത്. പെട്ടെന്ന് പണമുണ്ടാക്കുവാനാണ് കഞ്ചാവ് കച്ചവടത്തിൽ ഇറങ്ങിയതെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചു. നീലച്ചട ഇനത്തിൽപ്പെട്ട ഈ കഞ്ചാവിന് 12 ലക്ഷം രൂപ വില വരും. 4 മാസത്തിനുള്ളിൽ വലപ്പാട് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം 20 കിലോ കഞ്ചാവും 30 LSDയും ഹാഷിഷും പിടികൂടിയിരുന്നു. പാലപ്പെട്ടിലൂടെ 2 സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ നടന്നിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് രാഹിൽ എന്ന് പറയുന്ന ഒരാൾക്ക് കഞ്ചാവ് കൊടുക്കുന്നതിനേക്കായിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് അറിയില്ല. പക്ഷേ രാഹിൽ ഞങ്ങൾ അന്വേഷിച്ച് അവിടെ കിട്ടിയില്ല. രാഹുലിൻ്റെ സ്വിച്ച് ഓഫ് ആണ്, പിന്നെ മൊബൈൽ കിട്ടിയിട്ടില്ല. രാഹുൽ എസ്കേപ്പ് ആണ്. അപ്പോൾ രാഹിലിന് കൊടുക്കാനായിട്ടാണ് ഇവൻ കൊണ്ടുവന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് ഇയാളുടെ വേറെ ആൾ കൈവശം രാഹുലിന് എത്തിക്കാനായിട്ട് കൊടുത്തയച്ചു എന്നാണ് പറയുന്നത്. അത് പോലീസ് വിശ്വസിക്കുന്നില്ല. കാരണം ഇത്രയും വലിയ ക്വാണ്ടിറ്റി 6 കിലോ കഞ്ചാവുമായിട്ട് വരുന്നതെങ്കിൽ മിക്കവാറും അവന് അത്രയ്ക്കൊരു ബോളമായിട്ട് എടുക്കുക. അല്ല, ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരാളാണെന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കേസുകളൊക്കെ അന്വേഷിച്ചുകൊണ്ട് വരുന്നതാണ്. ഈ രാഹിൽ എന്ന് പറയുന്ന ആൾ കുറച്ച് ദിവസത്തിന് മുമ്പ് 250 ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. വലപ്പാട് CI R രതീഷ് കുമാർ, SI KG ആന്റണി, പ്രൊബേഷണൽ SI വിപിൻ, ASI MP മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബാബു, റഫീഖ്, ലാൽസൺ, CPOമാരായ അനന്തകൃഷ്ണൻ, രാജേഷ്, ശബരികൃഷ്ണൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് എറണാകുളത്തു നിന്നും കാറിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്ന യുവാവിനെ മതിലകത്ത് വെച്ച് നാട്ടുകാർ രക്ഷിച്ചു. കാറിലുണ്ടായിരുന്ന 5 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി മോങ്ങം സ്വദേശികളായ മുല്ലത്തൊടിയിൽ ഇബ്രാഹിം, മുല്ലത്തൊടിയിൽ ഇജാസ്, നടത്തലക്കണ്ടി അർഷാദ്, പറമ്പിൽ ഷംസീർ, മുല്ലത്തൊടി ജംഷീർ എന്നിവരെയാണ് മതിലകം SI MK ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്തത്. ദേശീയപാതയിൽ മതിലകം മതിൽമുലയിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. എറണാകുളം എടവനക്കാട് സ്വദേശി രായമാർക്കാർ വീട്ടിൽ ഷെബീർ ഖാനെയാണ് 5-അംഗ സംഘം സ്കോർപിയോ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയിരുന്നത്. മതിലകം മതിൽമൂലയിലെത്തിയപ്പോൾ റോഡിൽ ഗതാഗതത്തിരക്ക് കാരണം വാഹനം നിർത്തിയതോടെ ഷെബീർ കാറിൽ നിന്നും ചാടി നാട്ടുകാരെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരും മറ്റ് യാത്രക്കാരും ചേർന്ന് ഇയാളെ കൊണ്ടുപോയിരുന്ന വാഹനം തടയുകയും പോലീസിന് വിവരമറിയിക്കുകയും ചെയ്തു. സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയ SI MK ഷാജിയും സംഘവും വാഹനവും വാഹനത്തിലുണ്ടായിരുന്നവരും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് തട്ടിക്കൊണ്ടുപോകേണ്ട വിവരങ്ങൾ അറിയുന്നത്. കൊണ്ടോട്ടി സ്വദേശികളായ ഇബ്രാഹിം എന്നയാളിൽ നിന്ന് ഷെബീർ വാഹനം വാങ്ങിയതിൻ്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പണം കിട്ടാത്തതിനെ തുടർന്നാണ് ഷെബീറിനെ സംഘം തട്ടിക്കൊണ്ടുപോയിരുന്നത്. എടവനക്കാടുള്ള ഷെബീറിനെ എറണാകുളത്തെ ഒബ്രോമാളിനടുത്തേക്ക് വിളിച്ചു വരുത്തിയ സംഘം ഇവിടെ നിന്നുമാണ് വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയിരുന്നത്. പ്രൊബേഷണറി SI N നജീർ, ASI ജഗത് ചന്ദ്രമോഹൻ, CPOമാരായ ഡെന്നി, അരുൺ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കുഞ്ഞുണ്ണിമാൾ സ്മാരക നിർമ്മാണത്തിനാവശ്യമായ പണം സാംസ്കാരിക വകുപ്പും സ്മാരക നിർമ്മിതി സ്ഥലത്തിന്റെ ആധാരം സാഹിത്യ അക്കാദമിയും ഇതുവരെയും സ്മാരക സമിതിക്ക് കൈമാറിയിട്ടില്ലെന്ന് സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് അഭിപ്രായപ്പെട്ടു. കുഞ്ഞുണ്ണിമാഷുടെ സ്മാരക നിർമ്മിതിക്കുള്ള തടസ്സങ്ങളെക്കുറിച്ചും സമിതി അംഗങ്ങളുടെ കൂട്ടരാജിക്കിടയാക്കിയ വസ്തുതകളെക്കുറിച്ചും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വടക്കേടത്ത്. സാഹിത്യ അക്കാദമിയുടെ കയ്യിലാണ് അതിൻ്റെ ആധാരമടക്കമുള്ള രേഖകൾ ഇരിക്കുന്നത്. ആ രേഖകൾ ഇതുവരെ സ്മാരക സമിതിക്ക് കൈമാറിയിട്ടുമില്ല. അതുകൊണ്ട് സ്മാരക സമിതിയുടെ ഓണർഷിപ്പിലില്ലാത്ത ഒരു സ്ഥലത്ത് സ്മാരകം പണിയുക എന്ന് പറയുന്നത് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുസരണമാവില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ 2 സ്ഥാപനങ്ങളുടെയും പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിൻ്റെയും അക്കാദമിയുടെയും നിരുത്തരവാദപരമായ ഈ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കമ്മിറ്റി ഒന്നടക്കം രാജിവെച്ചത്. ഈ സ്ഥലത്തെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഞങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു.
ഒന്നാമത് ഈ 5 സെൻറ്റ് ഭൂമിയാണ് കുഞ്ഞുണ്ണി മാഷ്ടർ കുടുംബാംഗങ്ങൾ ഞങ്ങൾക്ക് നൽകിയതെങ്കിലും അതിൽ 1.35 മാത്രമാണ് കരഭൂമിയായിട്ടുള്ളത്. ബാക്കിയുള്ളത് നിലമാണ്. പഞ്ചായത്ത് റോഡിൻ്റെ കിഴക്കുഭാഗത്തു കൂടെ പോകുന്ന കാന അതിലൂടെയാണ് പോകുന്നത്. അപ്പം നിലം തൂർത്ത് കെട്ടിടം പണിയാൻ സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ അതിന് നിയമം അനുവദിക്കുന്നുമില്ല. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ കുഞ്ഞുണ്ണി മാഷ്ടർ കുടുംബാംഗങ്ങൾ തന്നത് സ്മാരക നിർമ്മാണത്തിന് ഉചിതമായ ഭൂമിയല്ല, സ്ഥലമല്ല എന്നറിഞ്ഞിട്ടും അത് ഞങ്ങൾ പുറത്തു പറഞ്ഞില്ല. കാരണം ആ കുടുംബത്തെ മോശമാക്കുന്നത് ശരിയായൊരു സാംസ്കാരിക പ്രവർത്തനമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, അല്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് പുറത്തു പറയാവുന്നത്. പക്ഷേ ഇന്ന് സാഹചര്യമാകെ മാറി. കാരണം കമ്മിറ്റിയിലുള്ള ഒരു കുടുംബാംഗം കമ്മിറ്റിയിൽ പോലും വരാതെ പുറത്തുനിന്ന് വിമർശിക്കുകയും ആളെ കൂട്ടുകയും സമിതിയുടെ പ്രവർത്തനത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾക്കിത് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുടുംബാംഗങ്ങളോട് കമ്മിറ്റിക്ക് പറയാനുള്ളത്, കുഞ്ഞുണ്ണി മാഷർക്ക് സ്മാരകം വേണമെങ്കിൽ അത് പണിയാൻ ഉചിതമായിട്ടുള്ള കരഭൂമി വേറെ സാഹിത്യ അക്കാദമിക്കോ സാംസ്കാരിക വകുപ്പിനോ കുടുംബാംഗങ്ങൾ കൈമാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൈമാറിയ 5 സെന്റ് സ്ഥലത്ത് 1.35 സെന്റ് സ്ഥലം മാത്രമാണ് നിർമ്മാണ പ്രവർത്തനത്തിന് ലഭ്യമായതെന്നും ബാക്കിയുള്ള സ്ഥലം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലുള്ള തണ്ണീർത്തട നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്തതുമാണെന്നും വടക്കേടത്ത് ചൂണ്ടിക്കാട്ടി. സാംസ്കാരിക വകുപ്പിന്റെയും സാഹിത്യ അക്കാദമിയുടെയും നിരുത്തരവാദപരമായ സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് സമിതി അംഗങ്ങൾ കൂട്ടരാജി സമർപ്പിച്ചത്. സ്മാരകത്തിനായി കുടുംബാംഗങ്ങൾ വേറെ അനുയോജ്യമായ ഭൂമി നൽകണമെന്നും സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുടെ അതിയായ ഇടപെടൽ ഭൂഷണമാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇനിയൊരിടവേള.